അത്ര വലിയ യാത്രാസുഖമുള്ള വണ്ടിയൊന്നുമല്ല ഫോർച്യൂണർ. ഇതാണ് ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറിന്റെ കീ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ 22 ലക്ഷം രൂപയോടൊക്കെയാണ് വില. അപ്പോൾ ട്രാഫിക് ജാം അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു സംഗതി കൊണ്ട്. നമസ്കാരം, ഇത് ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറാണ്. ഫോർച്യൂണർ എന്ന് പറയുന്ന വണ്ടിക്ക് ഒരു മുഖപരിചയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് ഏവർക്കും അറിയാം, ഇപ്പോൾ റോട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു SUV എന്ന ഒരു നിലയിലേക്ക് ഫോർച്യൂണർ മാറിയിട്ടുണ്ട്. എൻ്റെവർ അരങ്ങൊഴിഞ്ഞു പോയി. അതുപോലെ എതിരാളികളൊന്നുമില്ലാണ്ട് കാര്യമായി തന്നെ നിരത്തിലങ്ങനെ നിലകൊള്ളുകയാണ് ടൊയോട്ട ഫോർച്യൂണർ. അപ്പോൾ ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ലെജൻഡർ എന്ന് പറഞ്ഞ മോഡലാണിത്. ഈ ഒരു മോഡലിന് 2 വേരിയൻറ്റുകളുണ്ട്. അതായത് ഒരു 4x4ഉം ഒരു റിയർ വീൽ ഡ്രൈവും. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഡ്യുവൽ ടോൺ കളറായിട്ടുള്ള ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ മാത്രം ലഭിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ എന്തായാലും 54 ലക്ഷം രൂപയോളം ആ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്ന ലെജൻഡറിൻ്റെ ഈ ഒരു മോഡലും, അതല്ലെങ്കിൽ 59 ലക്ഷം രൂപയോളം ആ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്ന 4x4 മോഡലുള്ള ഈ ഒരു ലെജൻഡറിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാം. വെൽക്കം ടു വണ്ടിപ്രാന്തൻ. ടൊയോട്ട ഫോർച്യൂണറിൻ്റെ എല്ലാ മോഡലും എക്സ്റ്റെൻസീവ്ലി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലെജൻഡറിലുള്ള മാറ്റങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ മുന്നിലും പിന്നിലുമാണ് പ്രധാനമായും ഫോർച്യൂണറുമായിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഈ ഒരു ഗ്രില്ലാണെങ്കിലും അതല്ല ആ ഒരു കോഡ്, അതായത് 4 യൂണിറ്റുകളുള്ള LED ഹെഡ് ആണെങ്കിലും എല്ലാം തന്നെ ലെജൻഡറിന് മാത്രം പ്രത്യേകതയാണ്. ആ ഒരു കുഞ്ഞ് ഫോഗ് ലാമ്പും താഴെ കാണുന്ന ഈ ഒരു ബമ്പറിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഡിക്കേറ്ററൊക്കെ അത്യാവശ്യം കൗതുകം ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു ഏടാം കണ്ടോ, ഇതിന് താഴെ കൊടുത്ത സ്കിഡ് പ്ലേറ്റും ഈ ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ആ ഒരു എലമെൻറ്റും, അതായത് പഴയ അല്ലെങ്കിൽ ഇതിനൊപ്പമുള്ള ഫോർച്യൂണറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരിത്തിരി ഫ്രഷ് ലുക്ക് ലെജൻഡറിനുണ്ട്. ഇപ്പോൾ റോഡിലൊക്കെ 2-3 വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ ലെജൻഡറിനെ പ്രത്യേകിച്ച് മനസ്സിലാവുന്നുള്ളത് ഈ ഒരു മുൻവശത്തെ മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ്. ഒരുപാട് ഫോർച്യൂണറുണ്ട്. അപ്പോൾ ലെജൻഡർ എന്ന് പറയുന്ന ഒരു വണ്ടിക്ക് ഈ ഒരു എക്സ്ക്ലൂസിവിറ്റിയും അതുപോലെ ആ റോഡ് പ്രസൻസും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ലെജൻഡറിനെ മറ്റ് ഫോർച്യൂണറുമായിട്ട് വ്യത്യാസപ്പെടുത്തി നിർത്തുന്നത്. അതല്ലാണ്ട് ബോഡി ഷെല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലോ കാര്യമായിട്ട് മാറ്റമൊന്നും ഫോർച്യൂണറിനും ലെജൻഡറും തമ്മിലില്ല. ഫോർച്യൂണറിൻ്റെ അല്ലെങ്കിൽ ഫോർച്യൂണറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെജൻഡറിൻ്റെ വശങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. ഈ ഒരു വീലിൻ്റെ ഈ ഒരു അലോയ് വീൽ ഡിസൈൻ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഈ ഒരു വീലിൻ്റെ ഡിസൈൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീർത്തും ഫോർച്യൂണർ തന്നെയാണ് ലെജൻഡർ എന്നുള്ളതാണ്. ഇതിൻ്റെ മുന്നിലും ഡിസ്ക് ബ്രേക്കാണ്, കൂടാതെ ബോഡി ക്ലാഡിംഗ് ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. ഇവ കാര്യങ്ങളൊക്കെ തന്നെ ഫോർച്യൂണറിനും അല്ലെങ്കിൽ ലെജൻഡറിനും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണെന്നുള്ളതാണ്. 360 ക്യാമറ ഇല്ല, സൺറൂഫ് ഇല്ല. അതായത് ഈ വണ്ടി ഒത്തിരി പ്രൈസി ആയിട്ടുള്ള ഒരു പ്രപ്പോസിഷൻ നമുക്ക് തോന്നും. കാരണം 54 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആ ഒരു വണ്ടിയുടെ വാഹനങ്ങളുടെ ഒരു വിലയിൽ ഒരിത്തിരി കൂടുതലാണ്. പക്ഷേ റിലയബിലിറ്റി, അതുപോലെ ഈ ഒരു വണ്ടി വാങ്ങിയാൽ 4-5 ലക്ഷം കിലോമീറ്റർ പുട്ടുപോലെ ഓടുമെന്നുള്ളത്, അതുമാത്രമല്ല കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഇല്ല എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഫങ്ഷൻ ഓവർ ഫോം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഫോർച്യൂണർ അല്ലെങ്കിൽ ലെജൻഡറിന് തീർത്തും ഒരു സ്ഥാനമുണ്ട് നിരത്തിൽ എന്നുള്ളതാണ്. ഹൈലി റിലയബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഫോർച്യൂണർ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വശങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ആ ഒരു അലോയ് വീൽ തന്നെയാണ്. ഈ ഒരു വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. 265/65 6.18 ആ ഒരു സൈസ് എന്ന് പറയുന്നത്. ചെറിയ വ്യത്യാസങ്ങളെ ഫോർച്യൂണറുമായിട്ട് ലെജൻഡറിനുള്ളൂ, ചെറിയ ചെറിയ എലമെൻറ്റുകൾ. ഇപ്പോൾ ഈ ഒരു ക്ലാഡിങ്ങിൻ്റെ കാര്യം പറയാം, അല്ലെങ്കിൽ ബമ്പറിൻ്റെ കട്ടിങ്ങിൻ്റെ കാര്യം പറയാം, സ്പോയിലറിൻ്റെ കാര്യം പറയാം. ആ ഡ്യുവൽ ടോൺ സ്പോയിലറിന് അടിഭാഗത്ത് വൈറ്റ് ആണെന്നുള്ളത് എൻ്റെ ടേസ്റ്റ് അല്ല, കുറച്ചധികം ഒരു ഒക്വേർഡ്നെസ് ഉണ്ട്. പക്ഷേ എന്നാലും വ്യത്യാസമായിട്ട് കാണാം. കൂടാതെ ഈ ഒരു ഫോർച്യൂണറിൻ്റെ ആ ഒരു പ്ലേറ്റ്, അതായത് ഫോർച്യൂണറിൻ്റെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള പ്ലേറ്റ് എന്ന് പറയുന്നത് 2 ടെയിൽ ലാമ്പുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണെന്നുള്ളത് ഒരു വ്യത്യാസമായിട്ട് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ലെജൻഡറിനെ ആ ഒരു ഫോർച്യൂണറായിട്ട് മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ്. ഇതാണ് ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറിൻ്റെ കീ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് തുറക്കും. അതായത് പവർ ടെയിൽ ഗേറ്റ് ആണത്. ഈ പവർ ടെയിൽ ഗേറ്റ് തുറന്നു കഴിയുമ്പോൾ അത്യാവശ്യം ബൂട്ട് സ്പേസുള്ള വണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാവും. അതായത് 3 സീറ്റുകളും പ്രോപ്പർലി ആ ഒരു പൊക്കി വെച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം സ്പേസ് ഇവിടെ കാണാനുള്ളതാണ്. അപ്പോൾ ഈ പവർ ടെയിൽ ഗേറ്റിന് ഇവിടെ ഒരു സെൻസർ കൂടിയുണ്ട്. കാലുകൊണ്ട് ആ ഒരു ടച്ച് ചെയ്ത് തുറക്കുന്ന ഒരു സെൻസർ കൂടിയുണ്ട്. എന്തായാലും സീറ്റ് മടക്കി സൈഡിലേക്ക് വെക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാന്നുള്ളതും ഫോർച്യൂണർ ലെജൻഡറിൻ്റെ കാര്യമായിട്ട് പറയാം. ഇപ്പോൾ ആ ഒരു സൗണ്ട് കരകര സൗണ്ട് കേൾക്കുന്നത് അപ്പുറത്തെ പറമ്പിൽ പുല്ല് വെട്ടുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ല, ഞാനത് വെയിറ്റ് ചെയ്ത് കുറച്ച് തരാം, പക്ഷേ അതൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. എന്തായാലും ഒന്നും ബെയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പവർ ടെയിൽ ഗേറ്റ് അടയ്ക്കാനും നമുക്ക് ഈ ഒരു ബട്ടൺ മതി എന്നുള്ളതാണ്. ഫോർച്യൂണർ എന്ന പോലെ തന്നെ ഫോർച്യൂണർ ലെജൻഡറിലും ആ ഒരു ബോണറ്റിന് ഹൈഡ്രോളിക് സ്റ്റട്ടുകളില്ല. എ കാർ കോസ്റ്റ് 54 lakhs. അത് വേണ്ടതായിരുന്നു കേട്ടോ. കാരണം അതൊരു ചെറിയൊരു കാര്യമല്ല. കാരണം ഇത്രയും വെയിറ്റുള്ള ഒരു ബോണസിൽ പൊക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഫ്രീക്വൻ്റ്ലി തുറക്കേണ്ടി വരില്ല, കാരണം ഹൈ റിലയബിളായിട്ടുള്ള ഒരു എഞ്ചിനാണിത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ റൂമിനകത്ത് നോക്കി കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തീർത്തും പരിമിതമാണ് എന്നുള്ളത് ആ ഒരു കാര്യം ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ ഇത് 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്, 4 സിലിണ്ടർ. ഇതിനൊരു സ്പെക്ക് പറയുമ്പോൾ 204 PS ഏകദേശം 500 Nm ടോർക്കുമുള്ള ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിലോമീറ്റേഴ്സ് കിടന്ന് ഓടിക്കോളും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള വണ്ടികൾ ഒന്നായിട്ട് ഈ ഒരു ടൊയോട്ടയുടെ ഫോർച്യൂണറിനെ കാണാം.
ഇപ്പോൾ വിദേശത്തൊക്കെ അല്ലെങ്കിൽ ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ, മരുഭൂമികളിൽ അതല്ലെങ്കിൽ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ലാൻഡ് ക്രൂസറിൻ്റെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ലാൻഡ് ക്രൂസർ എന്ന് പറയുന്നത് കോസ്റ്റ്ലിയാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് 54 ലക്ഷം രൂപയോ അത്ര ചെറിയ പൈസ ഒന്നുമല്ല. പക്ഷേ കോടികൾ വിലയുള്ള ആ ഒരു ലാൻഡ് ക്രൂസറിൻ്റെ ഒരു കുഞ്ഞു രൂപമായിട്ടുള്ള ഫോർച്യൂണർ എന്ന് പറയുമ്പോൾ തത്വത്തിലാണ് പറയുന്നത്, അങ്ങനെയല്ല. എന്നാലും ആ ഒരു കാര്യം നമുക്ക് കിട്ടുമെന്നുള്ളത് ഈ ഒരു വളരെ കാര്യമായിട്ട് പറയാം. ഇപ്പോൾ ഒരുപാട് പേര് ഫോർച്യൂണറിലേക്കൊക്കെ ആ ഒരു അപ്ഗ്രേഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ SUV കിട്ടാനായിട്ട് ഏകദേശം ഈ ഒരു വിലയ്ക്ക് അടുപ്പിച്ചുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഹൈ റൈഡർ പോലുള്ള വണ്ടികൾ, ടൊയോട്ട തന്നെ, അതല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാര, അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ 22 ലക്ഷം രൂപയോടൊക്കെയാണ് വില. അപ്പോൾ ഒരു പ്രോപ്പർ SUV കൈൻഡ് ഓഫ് വണ്ടിക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് ഡബിൾ ആണെങ്കിൽ കൂടി ഇപ്പോൾ സ്പെക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 2.8 ലിറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു സ്പെക്കാണ്. ഇപ്പോൾ 2800 cc, അതിൻ്റെ 204 PS എന്ന് പറയുന്നത് കുറഞ്ഞ ഒരു പവറല്ല. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു വില ഇന്നത്തെ കാലത്തെ പ്രൈസിങ് പോയിന്റ് വെച്ചിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരിത്തിരി കൂടുതലാണ്, അത് പറയാതെ വയ്യ. ഇപ്പോൾ 4x4 ഉണ്ട്. ഇത് 6 സ്പീഡ് 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്, ടോർക്ക് കൺവേർട്ടർ. ഫോർച്യൂണർ ലെജൻഡറിന് ഇപ്പോൾ ഫോർച്യൂണറുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡാഷ്ബോർഡിലെ ആ ഒരു ഇൻസേർട്ടുകളും സീറ്റിൻ്റെ ഡുവൽ ടോൺ കളറും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതൊരു 2 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ആ ഒരു 4x4 സെലക്ടർ കാണില്ല. പക്ഷേ വയർലെസ് ചാർജർ പോലുള്ള വെന്റിലേറ്റർ സീറ്റ് പോലുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിക്കകത്തുണ്ട്. ഇപ്പോൾ വുഡൻ ഇൻസേർട്ട് ഒരു പ്രീമിയം ഫീൽ കൊടുക്കാനായിട്ട് ഈ വുഡൻ ഇൻസേർട്ട് സഹായിക്കുന്നുണ്ട്. സ്റ്റിയറിങ്ങിന് അത്യാവശ്യം നല്ല ഹോൾഡ് ചെയ്യാൻ ഒതുങ്ങുന്ന നല്ല നൈസ് സ്റ്റിയറിംഗ് ആണ്. പാഡ് ഷിഫ്റ്റ് ഉണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ മീറ്റർ കൺസോൾ ആണെങ്കിലും അല്ലെങ്കിൽ മീഡിയ സ്ക്രീൻ ആണെങ്കിലും എല്ലാം തന്നെ ആ ഒരു ഫോർച്യൂണറിന് തുല്യമാണെന്ന് പറയാൻ പറ്റും. 2021 ആ ഒരു പുതിയ ഫേസ് ലിഫ്റ്റിനൊപ്പമാണ് ഈ ഒരു ലെജൻഡർ വന്നറിയാലോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് വണ്ടികൾ വിറ്റു, ഈ ഒരു ഫോർച്യൂണർ ലെജൻഡറും അല്ലെങ്കിൽ ഫോർച്യൂണറൊക്കെ വിറ്റു. എന്നാലും 2022 നിൽക്കുമ്പോഴും ആ ഒരു ഫ്രഷ്നെസ് ഈ ഒരു ലെജൻഡറിലേക്ക് തോന്നി. ഫോർച്യൂണർ ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, അതൊരു ഇത്തിരി ഓൾഡായി, കുറച്ചൊരു ചേഞ്ചസ് വരാനുള്ള സമയമായെന്നൊക്കെ. പക്ഷേ ലെജൻഡറിന് ഒരു ഫ്രഷ്നെസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കൂൾഡ് ഗ്ലൗ ബോക്സ് ഒരു ഫീച്ചറായിട്ട് പറയാം. പക്ഷേ ആ ഒരു കൂൾഡ് ഗ്ലൗ ബോക്സിൻ്റെ ഫീച്ചറിനേക്കാൾ ആ ഒരു കൂൾഡ് ഗ്ലൗ ബോക്സ് തുറക്കുന്ന ഫോർച്യൂണർ നേടിയിട്ടുള്ള ആ ഒരു സ്വിച്ചിന് ഒരിത്തിരി കൗതുകം വെച്ചു. അതുമാത്രമല്ല വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ചുകൾ സർക്കിൾ ബട്ടണാണ്. നമ്മൾ സാധാരണ കണ്ട പോലെ 3 or 4 പ്രസ് ചെയ്തിട്ട് ആ ഒരു ലൈറ്റ് നോക്കി അങ്ങനെയല്ല, ഇത് തിരിക്കുന്ന ഒരു ബട്ടണാണ് എന്നുള്ളതാണ്. ഈ ഒരു ഡാഷ്ബോർഡ് കണ്ടോ, ഈ ഒരു ഡാഷ്ബോർഡിലെ ഈ ഒരു ഇൻസേർട്ട് ലെജൻഡറിൻ്റെ പ്രത്യേകതയാണ്. ഈ ഒരു ചുവന്ന സ്റ്റിച്ചിങ്. അത് മാത്രമല്ല 2 സ്റ്റോറേജ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതായത് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ താഴെയുടെ ഗ്ലൗ ബോക്സും മുകളിലെ ആ ഒരു കമ്പാർട്ട്മെൻറ്റും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് തുറക്കും. അപ്പോൾ നമുക്ക് ആ കൂളിംഗ് ഫംഗ്ഷൻ കാണാം. അത്യാവശ്യം വലുതാണത്. അത് മാത്രമല്ല ലോക്ക് ചെയ്യാവുന്ന ഗ്ലൗ ബോക്സിനകത്തും അത്യാവശ്യം സ്ഥലമുണ്ട് എന്നുള്ളതാണ്. കണ്ടില്ലേ, ആ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇനി വുഡൻ ഇൻസേർട്ട് എമ്പാടും ഉണ്ട് വണ്ടിക്കകത്ത്. ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു വുഡൻ ഇൻസേർട്ടും ഈ ഒരു കൺസോളിൽ ഇരുവശത്തുമുള്ള വുഡൻ ഇൻസേർട്ടുകളും താഴെ കാണുന്ന ഈ ഒരു ഫിനിഷിങ്ങും എല്ലാം തന്നെ മനോഹരമാണെന്ന് കാണാം. ഇത് ഡ്രൈവ് മോഡുകളാണ്, ഈക്കോ, നോർമൽ, സ്പോർട്ട്. ഇത് ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചാണ്. അതുമാത്രമല്ല ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ്, ഇലക്ട്രിക് ബ്രേക്ക് അല്ല. ഇത് ആ ഒരു ഗിയർ ഷിഫ്റ്റർ, ഗേറ്റഡ് ഷിഫ്റ്ററാണ്. ഈ കമ്പാർട്ട്മെൻറ്റ് തുറക്കുകയാണെങ്കിൽ നമുക്ക് കപ്പ് ഹോൾഡറുകൾ കാണാം. 2 കപ്പ് ഹോൾഡർ ഉണ്ട്. കൂടാതെ വയർലെസ് ചാർജിങ് കൂടി ഈ ഒരു വണ്ടിക്കുണ്ട്. ഇപ്പോൾ ഡ്യുവൽ ടോൺ AC, ശരിക്കും 3 സോൺസ് ആണ്. 2 സോൺ മുന്നിലും 1 സോൺ പിന്നിലും ഉണ്ട്. ഒരു USB പോർട്ട് ഉണ്ട്, ഒരു ഓക്സ് പോർട്ട് ഉണ്ട്. അതുമാത്രമല്ല ഒരു 12 വോൾട്ട് സോക്കറ്റ് കൂടി കാണാം. ഇനി മീറ്റർ കൺസോളിൽ ഇപ്പോൾ നമ്മൾ ഫോർച്യൂണറിൻ്റെ ആ ഒരു മീറ്റർ കൺസോളിൽ കണ്ട ആ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഒരുപാട് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് ഇത് എന്നുള്ളതാണ്. ആ ഒരു MIDയിൽ ആ ഒരു ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ഗിയർ ഇൻഡിക്കേറ്റർ, അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് എല്ലാം തന്നെ കാണാം. ഈ ഒരു സ്റ്റിയറിംഗിൽ നിങ്ങൾക്ക് ആ ഒരു പാഡ് ഷിഫ്റ്റ് കാണാം. ഇത് പ്ലസും ഇത് മൈനസും ആണ്. അത് മാത്രമല്ല സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. മാത്രമല്ല ഈ ഒരു സ്റ്റാക്കിൽ ക്രൂയിസ് കൺട്രോൾ കാണാവുന്നതാണ്. 2021 ഫോർച്യൂണറിൻ്റെ ആ ഒരു ഫേസ് ലിഫ്റ്റിൻ്റെ കൂടെ ലെജൻഡർ വന്നു. ലെജൻഡർ ഇന്നത്തെ കാലത്തെ ആ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി പിന്നിലാണെന്ന് കാണാം. കാരണം ഇപ്പോൾ ഹൈ റൈഡർ അല്ലെങ്കിൽ ഹൈ ക്രോസ് പോലുള്ള വണ്ടികളൊക്കെ വന്നിട്ടുള്ള ADAs, അതായത് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന കാര്യം, ആ ഒരു കാര്യം കൂടി ഇപ്പോൾ വണ്ടി വന്ന ആളുകളുടെ ഒരു പ്രയോറിറ്റിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്തൊരു വേഷം വരുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടി കയറ്റരുത് ഒരു പുതിയ ഫോർച്യൂണർ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഈ ഒരു വണ്ടിക്ക് ഒരു പെട്രോൾ മോഡൽ കൂടിയുണ്ട്. ഇപ്പോൾ ഡൽഹി പോലുള്ള ആ ഒരു സംസ്ഥാനങ്ങളിൽ ഡീസൽ മോഡൽ ബാൻ ചെയ്ത ഒരവസ്ഥയിൽ അവിടെ വാങ്ങാൻ പറ്റിയ ഒരു പെട്രോൾ മോഡൽ കൂടി ഫോർച്യൂണറുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മീഡിയ സ്ക്രീനും നമ്മൾ ഫോർച്യൂണർ കണ്ട ആ ഒരു സ്ക്രീൻ തന്നെയാണ്. ഇപ്പോൾ 21 ലിറ്റർ പെർ 100 കിലോമീറ്റർ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഐഡലിംഗ് കിടക്കുന്നതാണ്. അത് ശരിക്കും ഒരു കാര്യമായിട്ട് കാണണ്ട. ഏകദേശം 10-12 കിലോമീറ്ററൊക്കെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കൂടി ഒരു വണ്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ക്ലാസി ആയിട്ടുള്ള ക്ലോക്ക് കാണാം. കൂടാതെ ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് അത്യാവശ്യം ഭംഗിയുള്ളൊരു കാര്യമായിട്ട് കാണാം. ഈ ഒരു ഡാഷ്ബോർഡ് നമ്മൾ ഹൈലക്സിൽ കണ്ടിരുന്നു. കൂടാതെ ഫോർച്യൂണറിൽ കണ്ടു, ഇപ്പോൾ ലെജൻഡറിലും കണ്ടു. അതായത് നമ്മൾ ഉയർത്തിരുന്നാണ് വണ്ടി ഓടിക്കുന്നത്. നമുക്കൊരു കമാൻഡിങ് പൊസിഷൻ ഉണ്ട്. പക്ഷേ നമ്മളൊരു ഇത്തിരി വണ്ടിക്ക് അകത്താണ് ഇരിക്കുന്നത്. അല്ലാണ്ട് വണ്ടിയുടെ ഒരു മുകളിൽ കയറിക്കുന്ന ഫീലില്ല. അതായത് നമ്മുടെ ഒരു ഐ ലെവലിലാണ് ഈ ഒരു സ്റ്റിയറിംഗും ഈ ഒരു ഡാഷ്ബോർഡും എന്നുള്ളതൊക്കെ ഒരു ഗുണമാണ്. ഒരു ഡ്രൈവറുടെ ഒരു കാര്യമായിട്ട് കാണാം, ഡ്രൈവർ ഒരു ഫൺ കാര്യമായിട്ട് കാണാം. അത് മാത്രമല്ല സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഇലക്ട്രിക് ആണ്. വേണമെങ്കിൽ ഉയർത്തിരിക്കാനുള്ള ഒരു പൊസിഷൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ എന്ന് പറയുന്നത് തീർത്തും ആ ഒരു 4x4 ആണ് ആവശ്യം, പക്ഷേ യൂസബിൾ ആണ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.
ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറിൻ്റെ ഡോർ പാഡിൽ ഈ ഒരു റെഡ് ഇൻസൈഡ് ഉണ്ടോ? ഈ ഇൻസൈഡിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു പീസിൽ ആ ഒരു സ്ട്രിപ്പ് ഉണ്ട്. അതൊരു LED സ്ട്രിപ്പാണ്. അത് ആംബിയൻ ലൈറ്റാണ്. കൂടാതെ പവർ വിൻഡോ 4 ഓട്ടോ ഡൗണും ഓട്ടോ അപ്പും ഉള്ള കാര്യമാണ്. ഈ ഒരു സ്റ്റിയറിങ്ങിന് ലെതർ റാപ്പിംഗ് ഉണ്ട്. കൂടാതെ ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ് കൂടി ചെയ്യാന്നുള്ളതാണ്. ഒരു ട്വീറ്റർ ഉണ്ട്. കൂടാതെ ആ ഒരു സ്പീക്കേഴ്സൊക്കെ തന്നെ കാണാം. ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 4x4 മോഡലിന് കുറച്ചുകൂടി സ്പീക്കേഴ്സ് ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരിത്തിരി കൂടി നമ്പേഴ്സ് ഓഫ് സ്പീക്കർ അവൈലബിൾ ആണെന്നുള്ളതാണ്. മുകളിലായിട്ട് ആ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. കൂടാതെ ലൈറ്റുകൾ കാണാം. ഇനി ഓട്ടോ ഡിമ്മിംഗ് ഉള്ള ഒരു മിറർ കൂടി ഈ ഒരു വണ്ടിയുടെ ഭാഗമാണ്. ടൊയോട്ട ഇന്നോവ അല്ലെങ്കിൽ അങ്ങനെയുള്ള MPVകൾ അല്ലെങ്കിൽ MUVകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ യാത്രാസുഖമുള്ള വണ്ടിയൊന്നുമല്ല ഫോർച്യൂണർ. ഇപ്പോൾ ലെജൻഡറും അത് പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിളാണ്. എവിടെയും പോകാം, എവിടെയും കൊണ്ടുപോകാനുള്ള വണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ടിലിരുന്ന ആ ഒരു ഡ്രൈവർ ഒരിത്തിരി അഗ്രസീവായിട്ട് ഓടിക്കണം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫണ്ട് മുഴുവൻ എടുത്ത് ഓടിക്കുകയാണെങ്കിൽ പിന്നെ യാത്ര വലിയ സുഖമായിരിക്കില്ല. അത്യാവശ്യം ബോർഡ് റോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു നോർമൽ ഡ്രൈവിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി വണ്ടി എന്ന നിലയ്ക്ക് തീർത്തും സുഖമായിരുന്നു യാത്രയാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഫോർച്യൂണർ. സംശയമൊന്നുമില്ല. ഇപ്പോൾ 3 സോൺ AC എന്ന് പറയുന്ന ഒരു AC കാര്യം, കൂടാതെ ആംറസ്റ്റ്, മിഡിൽ ആംറസ്റ്റ്, നല്ല സുഖമായിട്ടിരിക്കാവുന്ന നല്ല ഒരു സപ്പോർട്ടുള്ള നല്ല സീറ്റുകൾ, നല്ല ഹെഡ് റൂം, നല്ല ലെഗ് റൂം, നല്ല നീ റൂം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ ഏകദേശം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറും മാത്രമല്ല 3 പേർക്ക് ഇരിക്കാവുന്ന സീറ്റും, 3 പേർക്കും സീറ്റ് ബെൽറ്റ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ തന്നെ ഈ ഒരു ഫോർച്യൂണറിൻ്റെ കാര്യമായിട്ട് കാണാം. തീർത്തും സുഖമായിരിക്കാവുന്ന സീറ്റിലൊരു വണ്ടി കൂടിയാണ് ഫോർച്യൂണറിലാണ്. 3 ഹെഡ് റെസ്റ്റുകളുണ്ട്, 3 പേർക്ക് ഇരിക്കാം. ആ ഒരു കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഈ പാനൽ കേട്ടോ, ഈ പാനലാണ് 3ാമത്തെ AC പാനൽ. ഇവിടെ നമുക്ക് ഫാൻ സ്പീഡ് കൂട്ടാം, ഓഫ് ചെയ്യാം, ഓട്ടോ ആക്കാം. ഇത് ലൈറ്റാണ്. ഇതാണ് AC വെന്റുകൾ. ആംറസ്റ്റിൻ്റെ പിന്നിലുള്ളത് 2 സോക്കറ്റുകളാണ്. അത് രണ്ടും C പോർട്ടുകളാണ്. കൂടാതെ മൊബൈൽ വെക്കാനായിട്ടൊരു ചെറിയ ഒരു സ്പോട്ട് കൂടി കാണാം. ഇനി ഒരു ഹുക്കുണ്ട്, 4 കിലോ വരെ തൂക്കാവുന്ന ഹുക്കുണ്ട്. മാപ്പ് പോക്കറ്റുകളുണ്ട്. കൂടാതെ സ്പീക്കറും കാര്യങ്ങളൊക്കെ കാണാം. ആംബിയൻ ലൈറ്റ് പിന്നിലുമുണ്ട് എന്നുള്ളതാണ്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും ആ ഒരു ലെതർ റാപ്പ് ചെയ്ത ആംറസ്റ്റും എല്ലാം തന്നെ ഫോർച്യൂണറിൻ്റെ ആ ഒരു ഫീച്ചേഴ്സായിട്ട് പറയാം. കൂടാതെ ഡോറുകളിൽ ഫോർച്യൂണർ ഒന്ന് കൊത്തി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? 3ാമത്തെ റോ എന്ന് പറയുന്നത് കയറാനായിട്ട് തീർത്തും ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സീറ്റുകൾ എന്ന് പറയുന്നത് ഒക്കേഷണലി യാത്ര ചെയ്യാനും കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. കാര്യമായിട്ടുള്ള സപ്പോർട്ടുള്ള സീറ്റല്ല അത്. പക്ഷേ പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഫോർച്യൂണർ നമ്മൾ ആദ്യമായിട്ട് കാണുന്നില്ല. 3 റോ സീറ്റുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഫോർച്യൂണറിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ്. ഈ മിഡിൽ ആംറസ്റ്റിന് കപ്പ് ഹോൾഡറുകളുണ്ട് കേട്ടോ. ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ 2 വീൽ ഡ്രൈവ് ഓടിക്കുകയാണ്. ഈ 2 വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ശരിക്കും മഹീന്ദ്ര താറിൻ്റെ ഒരു 2 വീൽ ഡ്രൈവ് വന്നിട്ടുണ്ട്. അതിനവർ പറയുന്നത് റിയർ വീൽ ഡ്രൈവ് ആണെന്ന്. നമുക്ക് ഇതിനും വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ 54 ലക്ഷം രൂപയോളമാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് ഞാൻ പറഞ്ഞു. അതായത് 4x4 ഏകദേശം 4 ലക്ഷം രൂപയോളം വ്യത്യാസമുണ്ട്. ഇപ്പോൾ താറിൻ്റെ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ വീണ്ടും വരുന്നത്. കാരണം 2 വീൽ ഡ്രൈവ്, അതായത് 2 വീൽ ഡ്രൈവ് താർ ആരെങ്കിലും മേടിക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ അതിന് ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഫോർച്യൂണറിൻ്റെ ഈ ഒരു 4x2 അത്യാവശ്യം ആളുകൾ വാങ്ങുന്നുണ്ട്. അതായത് അത്യാവശ്യം ചെയ്തിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു ലെജൻഡറിൻ്റെ 2 വീൽ ഡ്രൈവ് എന്നുള്ളതാണ്. ഇപ്പോൾ 54 ലക്ഷം രൂപ കൊടുത്ത് ഒരു വണ്ടി മേടിക്കുന്നു, അല്ലെങ്കിൽ 59 ലക്ഷം രൂപ കൊടുത്ത് വണ്ടി മേടിക്കുന്നു. ആ വണ്ടി കൊണ്ട് എത്ര വട്ടം ഓഫ് റോഡ് പോകും ആളുകൾ എന്നുള്ളത് 2ാമത്തെ ക്വസ്റ്റ്യനാണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു ലൈഫ് സ്റ്റൈൽ വണ്ടി എന്ന നിലയ്ക്ക്, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു SUV എന്ന നിലയ്ക്ക് 2 വീൽ ഡ്രൈവ് മാത്രം പോരാ, 4 വീൽ ഡ്രൈവ് കൂടി വേണം എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലും പോയി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സഹായത്തിന് ഒരാൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പറയണം, അയ്യോ ചേട്ടാ ഇത് 2 വീൽ ഡ്രൈവ് ആണ്, നമുക്ക് വലിക്കാനായിട്ട് 4 വീൽ ഡ്രൈവ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇത്തിരി എംബറാസ്മെന്റ് ഉണ്ട്. പക്ഷേ ഒരു വണ്ടി എന്ന നിലയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഓടിക്കുന്നത് റൂട്ടിലെ ഡ്രൈവിംഗ് ആണ് ഏറ്റവും കൂടുതൽ. അല്ലാണ്ട് നമ്മളിത് ആ കാര്യമായിട്ട് ഓഫ് റോഡ് എടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. സിറ്റി യൂസ്, അതുപോലെ ലോങ് ഡ്രൈവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരിത്തിരി ഉയർത്തിരുന്ന് ഓടിക്കുന്ന വണ്ടി വേണം, കുറച്ച് സേഫ് ആയിട്ടുള്ള വണ്ടി വേണം, ഒരു SUV വണ്ടി വേണം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഒരു പ്രീമിയം SUVയുടെ ഒരു കാര്യമാണ് നിങ്ങളുടെ വണ്ടിയുടെ ആവശ്യമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം ലോജിക്കലി ആയിട്ടുള്ള ഒരു കാറാണ്. അപ്പോൾ ഞാൻ ഒന്ന് കാലുകൊടുക്കാം എന്ന് പറയുമ്പോൾ ഇതിന് ഏകദേശം 204 PS പവർ ഉണ്ട്. അപ്പോൾ 500 Nm ടോർക്ക്. എനിക്ക് ടോർക്കിൻ്റെ കാര്യത്തിലാണ് കുറച്ചും കൂടി ഇഷ്ടം. അതായത് ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് ആ ഒരു 6ാമത്തെ ഗിയറിലേക്ക് എത്തിയിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നത് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു 1500 അല്ലെങ്കിൽ 1600 RPM-ലാണ്. അപ്പോൾ വണ്ടി തീർത്തും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു SUV ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയെ കാണാം. തീർത്തും സ്ട്രെസ്ഫുൾ അല്ലാത്തൊരു വണ്ടി. അതായത് ദർ ഈസ് നോ റിപ്ലേസ്മെന്റ് ഫോർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് കേട്ടില്ലേ. 1500 cc വരുന്നു, 2000 cc വരുന്നു, 2500 cc ഒന്നും ഇപ്പോൾ കാര്യമായിട്ട് കാണില്ല. അപ്പോൾ 2.8 ലിറ്ററാണ് ഈ ഒരു വണ്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നുള്ളതാണ്. പിന്നെ വലിയ വണ്ടിയാണെന്നുള്ളതും ഓടിക്കാനായിട്ട് തീരെ
ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു വണ്ടിയാണെന്നുള്ളതും ഫോർച്യൂണർ ലെജൻഡറിൻ്റെ അല്ലെങ്കിൽ ഫോർച്യൂണർ തന്നെ ആ ഒരു എളുപ്പത്തിൽ ഓടിക്കാവുന്ന ഒരു SUV എന്ന നിലയിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനാണ് ഫ്രണ്ടിൽ, അത് മാത്രമല്ല വലിയ വീലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏതൊരു റോഡിലും അബ്യൂസ് ഒക്കെ ടേക്ക് ചെയ്തിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു വണ്ടിയായിട്ട് ഫോർച്യൂണറിനെ കാണാം. അപ്പോൾ നമുക്ക് ഒരു പാടം കടന്നു പോകണം, ഓക്കെ 4x4 അല്ല, എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, എടുത്തിട്ട് അങ്ങ് പോവാം. ഇപ്പോൾ സ്ലിപ്പറി അല്ല, അൺലെസ് നമുക്ക് ആ ഒരു 4x4 ആവശ്യമില്ലെങ്കിൽ ഈ ഒരു ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു ലാഡർ ഫ്രെയിമിന്റെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു റഫ്നെസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തീർത്തും അബ്യൂസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എങ്ങനെ വേണമെങ്കിൽ ഓടിക്കാവുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഈ ഒരു ഫോർച്യൂണറിനെ കാണാം. ഇപ്പോൾ 2022 നമ്മൾ നിൽക്കുന്നത്, 22 കഴിഞ്ഞു, 23 ഡിസംബർ കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞെന്ന് പറയാമെങ്കിലും ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്തെ വാഹനങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള ADS പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അങ്ങനെ ഒരുപാട് ഡ്രൈവറെ സഹായിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ ഓട്ടോമാറ്റിക്കുകളിലേക്ക് ആളുകളുടെ ഷിഫ്റ്റ് ഉണ്ടായ ഒരു കാലത്ത് നിന്ന് ആ ഒരു ADS ഉള്ള വണ്ടികളിലേക്ക് ആളുകൾ ചൂട് മാറുന്ന ഒരു കാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഹൈബ്രിഡ്, അതുപോലെ ഇലക്ട്രിക്, അങ്ങനെ പലവിധ വൈവിധ്യങ്ങൾ നമ്മൾ റോഡിൽ കണ്ടു തുടങ്ങി. അപ്പോൾ വിദേശങ്ങളിലൊക്കെ ഇപ്പോൾ റോഡിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കൂടി സ്വാധീനിക്കുന്നുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇന്ത്യയിൽ ആ ഒരു കാര്യത്തിൽ ഒരിത്തിരി പതുക്കെയാണല്ലോ ഡെവലപ്മെന്റ്. അപ്പോൾ പുതിയ MG ഹെക്ടർ നിങ്ങൾ കണ്ടോ, MG ഹെക്ടറിന്റെ വീഡിയോ ഉണ്ടോ, അതിൽ ആ ഒരു ട്രാഫിക് ജാം അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു സംഗതി കൊണ്ട് ആ ഒരു അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൽ ആ ഒരു സംഗതി വർക്ക് ചെയ്യുന്നത് റഡാർ ബേസ് ചെയ്തിട്ടാണ്, അതായത് റോഡിലെ ലൈനുകളെ ബേസ് ചെയ്തിട്ടല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കമ്പനി കാറ്ററി തുടങ്ങി. അതായത് റോഡൊന്നും വലിയ കുഴപ്പമില്ല, വണ്ടിയുടെ ആയിട്ട് ലെവലിൽ ഓടിക്കട്ടെ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തി തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ തലമുറ വണ്ടികളിൽ എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഫോർച്യൂണറിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു മോഡൽ വരും എന്ന് തന്നെ കരുതുന്നത്. അപ്പോൾ ഇന്നോവ ആ ഒരു ഹൈ ക്രോസിലേക്ക് മാറി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വണ്ടി തീർത്തും വിപ്ലവമായിരിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം അല്ലേ. എന്തായാലും ഒരു വണ്ടി വാങ്ങണം എന്നുള്ള ആൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് സമയം. അതായത് ആ ഒരു എഞ്ചിന്റെ സൈസ്, ആ ഒരു ഷിയർ സൈസ് 2.8 ലിറ്റർ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് അതൊരു ഷിയർ സൈസാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നത് വിദേശങ്ങളിലെ വണ്ടിയോ ദുബായിലെ വണ്ടികളൊക്കെ ആയിട്ടാണെങ്കിൽ അതത്ര വലിയ സൈസ് അല്ല. പക്ഷേ നമ്മൾ ഇന്ത്യൻ റോഡുകളെ സംബന്ധിച്ച് തീർത്തും ഒരു നല്ല സൈസാണ് 2.8 ലിറ്റർ എന്ന് പറയുന്ന ആ ഒരു 4 സിലിണ്ടർ എഞ്ചിന്റെ സൈസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല 204 PS എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു പവർ ഫിഗർ ആയി, 500 NM എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ടോർക്കായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒതുങ്ങുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി എന്ന നിലയ്ക്ക് ഇന്നത്തെ കാലത്ത് വാങ്ങാൻ പറ്റിയ, അതായത് ഇനി ഈ വക വണ്ടികൾ കിട്ടില്ല എന്ന് മൈൻഡിലൂടെ വാങ്ങാൻ പറ്റിയ വണ്ടികളായിട്ട് നമുക്ക് ഈ ഒരു ഫോർച്യൂണർ പോലുള്ള വണ്ടികൾ കാണാം. എൻഡവർ പോയാൽ വിഷമിക്കുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ടൊയോട്ട ഫോർച്യൂണർ നല്ല വണ്ടിയാണ്, തീർത്തും റിലയബിൾ ആയിട്ടുള്ള ലക്ഷോപലക്ഷങ്ങൾ കിലോമീറ്റർ കണ്ണും മൂട്ടി ഓടാവുന്ന അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഈ ഒരു 2-wheel ഡ്രൈവ് വണ്ടി എന്ന് പറയുന്നത് ഒരു ഫാമിലി യൂസിന് അല്ലെങ്കിൽ കാര്യമായിട്ട് ഓഫ് റോഡൊന്നും പോകാൻ സാധ്യതയില്ലാത്ത ഒരാൾക്ക് തീർത്തും ഉചിതമായ വണ്ടിയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫോർച്യൂണറിന്റെ എല്ലാ വണ്ടികളും തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു 2-wheel ഡ്രൈവ് സ്പോട്ട് ഓൺ ആണ് കേട്ടോ. ഫ്യൂൽ എഫിഷ്യൻസി, ഓടിക്കാനുള്ള രസം, കൂടാതെ ഈ ഒരു എഞ്ചിന്റെ സൈസും, കൂടാതെ ഒരു പവർ ടോർക്ക് ഫിഗറുകളും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ട് എന്ന് തന്നെ കരുതണം. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ഒക്കെ നമ്മുടെ എന്തിനും അറിയാലോ. അപ്പോൾ ഫോർച്യൂണർ ആണ്, 2-wheel ഡ്രൈവ് ആണ്, കാര്യം കൊടുക്കാം. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി.